ടു ഗോൽഗോത്ത. നമ്മളുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ എല്ലാ വർഷവും ഒരു വിശുദ്ധ വാരത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ധ്യാന വിഷയങ്ങളാണ് ഗോൽഗോത്തയിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചും യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഒക്കെ നമ്മൾ ഇതിന്റെ ചിന്തകളെയൊക്കെ കൂടുതൽ ആഴമേറി പഠിക്കുവാൻ എടുക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഈ നോമ്പ് നാളുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പൊടിയാണ് അല്ലെങ്കിൽ ചാരമാണ് എന്നൊക്കെ ഓർമ്മിക്കുവാൻ ലഭിക്കുന്ന അവസരമാണ്. That we are weak and at a verge of death. ഒരു മരണത്തിലേക്കുള്ള യാത്രകളിൽ ആണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു രക്ഷിതാവിനെ ആവശ്യമുണ്ട് എന്ന് കൂടി ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ നോമ്പിന്റെ നാളുകൾ. അപ്പോൾ ഈ കുരിശിന്റെ ചുവട്ടിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ വിശുദ്ധ വാരത്തിൽ നമ്മളുടെ മുൻപേ ഉള്ള ചിന്തകൾ, സിംബൽസ് എന്ന് പറയുന്നത് കാൽവറിയുടെ കുരിശ്, ഗെത്സമന തോട്ടം, മുൾക്കിരീടം, അതോടൊപ്പം തന്നെ ഗോൽഗോത്ത മലയിൽ കൂടി വന്നവർ, യേശുവിനെ ക്രൂശീകരണത്തിന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം ആയിരിക്കും നമ്മളുടെ മനസ്സിൽ ഈ ഒരു ആഴ്ചക്കാലത്തെ നമ്മുടെ ചിന്ത. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ, ഈ ലോകത്തിലുള്ള ജീവിതത്തിന്റെ ഒക്കെ അവസാനമാണ്. ഇന്നലെ നിങ്ങൾ ചിന്തിച്ചത് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തിന് അപ്പുറമായിട്ട് ഇനി എന്ത് വരും എന്നുള്ളതാണ് ഇന്നലെ നിങ്ങൾ ചിന്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ചിന്ത it goes to the beginning. ഈ മനുഷ്യന്റെ ആരംഭം, the incarnation of Christ, ക്രിസ്തുവിന്റെ ജഡാവതാരം ലഭിച്ചതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് ഈ ഒരു സമയം എടുക്കുന്നത്. ആർക്കെങ്കിലും വേദപുസ്തകം ഉള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ, സംവേദിക്കണമേ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ജ്ഞാനവും എന്നും നിനക്ക് പ്രസാദം ആയിരിക്കുമാറാകട്ടെ. ആമേൻ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കാൾ ബാത്ത് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ ഈ ഒരു വാക്യത്തെ പറ്റി പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് എവർ റിട്ടൺ എന്നാണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് എവർ റിട്ടൺ. ഹിപ്പോയിലെ അഗസ്റ്റിൻ പറയുന്നത് ഈ ഒരു അച്ചുതണ്ടിലാണ് മനുഷ്യന്റെ ചരിത്രം മുഴുവൻ തിരിയുന്നത് എന്നുള്ളതാണ്. എന്ത് തന്നെ ആയിരുന്നാലും ഈ അവസാന വാരത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് who is that on the cross? ആ കുരിശിന്മേൽ കിടക്കുന്നവൻ ആരാണ്? What is it cost him? ആ കുരിശിന്മേൽ കിടക്കുവാൻ അവൻ എന്ത് വിലയാണ് നൽകിയത് എന്നുള്ളതാണ്. 2019 ഫ്രാൻസിൽ നടക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറി കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷന്റെ സമ്മാനം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ 25 ലക്ഷം രൂപയാണ്. അതിന്റെ നിബന്ധന എന്ന് പറയുന്നത് 10 വാചകങ്ങൾ മാത്രമേ അതിൽ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. 2019 ഈ സമ്മാനം നേടിയത് അർമാഡോ
മെക്കീഡ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ദ സ്നൈപ്പർ, വെടിവെപ്പുകാരൻ എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം. Every day while waiting for a bus, a child pointed at me from a balcony with his finger and pulled the trigger as his imaginary gun screaming at me bang bang. One day, just to keep the routine playing, I also pointed at him with my finger yelling bang bang. The child fell to the street like struck down. I ran to him and saw that he half opened his eyes and looked at me stunned. Desperate, I said, "But I just repeated the same as you did to me." He responded then sorrowful, "Yes, sir, but I was not shooting to kill." വളരെ ചെറിയ ഒരു കഥയാണ്, ചെറിയ വാചകങ്ങളാണ്, ചെറിയ വാക്കുകളാണ്, എല്ലാവർക്കും മനസ്സിലാക്കുവാൻ പാകത്തിനുള്ള വാക്കുകളെ ഇതിലുള്ളൂ. പക്ഷേ അർത്ഥങ്ങളെ, വളരെയേറെ ശക്തമായ ചിന്തകളെ മനസ്സിൽ കൊള്ളിക്കുവാൻ മതിയായ ഒരു വാക്ക് തന്നെയാണ്, ഒരു കഥ തന്നെയാണ് ഇത്. ഈ 2026 വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ വാക്കുകൾക്ക് വിലയില്ലാതെ പോയിട്ടുണ്ടോ എന്നൊരു സംശയം. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയം. കർത്താവിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് എന്താ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനും. യേശു എന്നും വാക്ക് മാറാത്തവൻ പാട്ടുകളിൽ തന്നെയുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകളോട് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കാത്ത, നമ്മൾ ഉറപ്പായും എന്ന് പറയുന്ന പല വാക്കുകൾക്കും വില നൽകുവാൻ സാധിക്കാത്ത ഇടങ്ങൾ, സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മാമൻ വർഗീസ് സാറ് എൻ്റെ ഒരു ഏറ്റവും സ്നേഹിതനാണ്. സാറിൻ്റെ ഉപദേശങ്ങളൊക്കെ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ സാറ് എപ്പോഴും കാണുമ്പോഴൊക്കെ പറയും, അത് സംസാരിച്ചതിന് ശേഷമൊക്കെ ഏറ്റവും അവസാനം പറയും, എന്നെ കൂടി പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പറയും. അപ്പൊ ഞാൻ തിരിച്ചായിട്ടും നമ്മളുടെ ഒരു സ്വാഭാവിക രീതി വെച്ച് എന്താ പറയുന്നത്? ഉറപ്പായും. അപ്പൊ സാർ ഒരു പ്രാവശ്യം എന്നോട് തിരിച്ചായി, ഉറപ്പാണോ? ഉറപ്പായിട്ടുമാണോ? അപ്പോ സാർ എന്നോട് പറഞ്ഞു, മധുബഹയുടെ ഉള്ളിൽ വെച്ച് ഒരു ദൈവം നിങ്ങളെ കേൾക്കുന്നു എങ്കിൽ ഇന്ന് നമ്മളുടെ സംസാരത്തെയും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വാക്കുകൾക്ക് വിലയുണ്ടാകണം. ഈ ഉറപ്പായും എന്ന് പറഞ്ഞാൽ അത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ മാത്രമേ വാക്ക് പറയാവൂ എന്ന് പറഞ്ഞു. ഇവിടെയും നമ്മളൊരു വ്യക്തിയെ കാണുന്നത്, നമ്മളിവിടെ ഒരു വചനത്തെ ചിന്തിക്കുമ്പോഴും, ഇന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരു കാര്യം ഇന്നിവിടെ നിൽക്കുമ്പോൾ അത് തന്നെയാണ്. ഒരു 30 മിനിറ്റിൽ കൂടുതൽ ജീവിതത്തിൽ പ്രസംഗിക്കാത്ത ഒരാളാണ് ഞാൻ. അച്ഛൻ എന്നോട് പറഞ്ഞു, 1.5 മണിക്കൂർ പ്രസംഗിക്കണം, 1.5 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. 10 വാചകങ്ങളിൽ 25 ലക്ഷം രൂപ നേടിയ ഒരു 25 വയസ്സുകാരന് മുൻപിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ 1.5 മണിക്കൂർ പറയുന്ന വാക്കുകൾക്ക് നീതി പുലർത്തുവാൻ
ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ യോഹന്നാനെ ഈ വാക്യത്തിൽ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ സമകാലിക സുവിശേഷത്തെയും കൂടെ ഒന്ന് ചിന്തിക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ് എല്ലാം യേശുവിന്റെ ജീവിതം ചിത്രീകരിക്കുവാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, ബെത്ലഹേം. ബെത്ലഹേം എന്ന സ്ഥലത്ത് നിന്നാണ് യേശുവിന്റെ ജീവിത ചരിത്രം മറ്റ് സുവിശേഷങ്ങളിലെല്ലാം തുടങ്ങുന്നത്. ഒന്നുകിൽ യേശുവിന്റെ അപ്പന്റെയും അമ്മയുടെയും ചരിത്രം പറഞ്ഞ്, അല്ലെങ്കിൽ ബെത്ലഹേമിലുള്ള കഥകൾ പറഞ്ഞ്, ഏതെങ്കിലും തരത്തിൽ യേശുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റു സുവിശേഷകരെല്ലാം യേശുവിന്റെ കഥ തുടങ്ങുന്നത്. പക്ഷെ യോഹന്നാൻ തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ട്, ഫ്രം ദ ബിഗിനിങ്, ഫ്രം ഇറ്റേണൽ ബിഗിനിങ് എന്നുള്ള ആ കാലത്ത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം സമകാലിക സുവിശേഷത്തെക്കാൾ വ്യത്യസ്തമാണ് എന്ന് പറയുവാൻ ഒരു കാരണം അത് തന്നെയാണ്. യോഹന്നാന്റെ വായനക്കാർ എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന യഹൂദന്മാരും ഗ്രീക്ക് ചിന്തകന്മാരും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്. ഫ്രം ദ ബിഗിനിങ്, ജോൺ സ്റ്റാർട്ട്സ് ഫ്രം ദ ഇറ്റേണൽ ബിഗിനിങ് എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് യോഹന്നാൻ ഈ ഒരു വാചകം എഴുതുമ്പോൾ, യേശുവിന്റെ ചരിത്രം എഴുതുമ്പോൾ തുടങ്ങുന്നത്. 5 കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഇന്ന് എനിക്ക് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, the powerful word of God, ശക്തമായ വചനം ദൈവത്തിന്റെ വചനം എന്നുള്ളതാണ് ആദ്യത്തെ തലക്കെട്ട്. ശക്തമായ ദൈവത്തിന്റെ വചനം. ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. നമ്മളുടെ കോട്ടയത്ത് തന്നെയുണ്ട് ലോഗോസ് ജംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് ലോഗോസ് എന്ന വാക്ക്. ഗ്രീക്കിൽ ആണ് ഈ വാക്ക് എഴുതപ്പെട്ടത്. അതിന് ഗ്രീക്കിലെ അർത്ഥം എന്ന് പറയുന്നത് ദ പവർ ദാറ്റ് കൺട്രോൾസ് കോസ്മോസ്, സർവ്വ സൃഷ്ടിയെയും നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള, അധികാരമുള്ള എന്തോ ഒന്ന് എന്നുള്ളതാണ് ലോഗോസിന്റെ മൂലപദത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു അർത്ഥം കൂടെ ഉണ്ട്, അരക്ഷരത്തിൽ നിന്ന് ക്രമത്തിലേക്ക്, ഫ്രം കെയോസ് ടു ഒരു ക്രമം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ലോഗോസ് എന്ന വാക്ക് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അവർ പറയുന്നത്, അവർ വിശ്വസിക്കുന്ന, യവന ഭാഷയിലുള്ളവർ വിശ്വസിക്കുന്നത് there is something powerful. ഈ ലോകത്തിൽ എന്തോ ഒന്ന് പവർഫുൾ ആയിട്ടുള്ള എന്തോ ഒന്നുണ്ട്. അത് ഒരു വചനമാകാം, അത് എവിടെയോ ഉണ്ട്. അതാണ് ഈ ലോകത്തെ, സൃഷ്ടിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാണ് യവന ചിന്തകരൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന ഈ ലോഗോസിന്റെ കോൺസെപ്റ്റ് ദൂരത്തുള്ളതായിരുന്നു. ഇറ്റ് വാസ് ഡിസ്റ്റന്റ്, സമീപത്തുള്ളതൊന്നായിട്ടല്ല അവർ കണ്ടിരുന്നത്. അതിന് വികാരമൊന്നും ഉള്ള ഒരു അനുഭവമായിട്ടല്ല അവർ കണ്ടത്. അതൊരു അബ്സ്ട്രാക്ട് ചിന്തയാണ്, ഒരു അമൂർത്തമായ ഒരു ചിന്തയാണ് യവന ചിന്തയിലെ ലോഗോസ് എന്നുള്ളത്. അവർ വിശ്വസിച്ചിരുന്നത് ഇറ്റ് വാസ് ദ പെർഫെക്റ്റ്, പൂർണ്ണതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ലോഗോസ് ആണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. കാരണം സിൻസ് ഇറ്റ് ഈസ് എവേ ഫ്രം ദ സഫറിംഗ് ഓഫ് ഹ്യൂമൻസ്, മനുഷ്യർക്ക് സംഭവിക്കാവുന്ന വേദനകൾ ഒന്നും അതിലില്ല, മനുഷ്യർക്ക് സംഭവിക്കാവുന്ന മരണം അതിലില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എവേ എന്നുള്ള ചിന്തയിൽ തന്നെ ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് തിങ് എന്ന അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ചിന്തയായിരുന്നു യവന ചിന്താഗതിക്കാർക്ക് ഈ ലോഗോസ് എന്ന്. അവരോടാണ് യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനമുണ്ട്, ലോഗോസ് ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. എന്നിട്ടാണ് ഈ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വചനം ജഡമായിട്ടും. ഈ വചനത്തെ കുറിച്ചാണ് അവരോട് യോഹന്നാൻ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിന്താഗതിക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരാണ്. അവരുടെ വാക്കിൽ ഈ ലോഗോസിനുള്ള ജൂയിഷ് പദം എന്ന് പറയുന്നത് ദാബാർ എന്ന് പറയുന്ന വാക്കാണ്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ സൃഷ്ടിയെ ദൈവം നിർമ്മിക്കുന്നത് കരങ്ങൾ കൊണ്ടല്ല. എന്തോ പറയുന്നത്, അവൻ കൽപ്പിച്ചു ഉണ്ടായി, അവൻ പറഞ്ഞു അതുണ്ടായി. എല്ലാം വാക്ക് എന്നുള്ള അതിനകത്ത് അവിടെയും യഹൂദന്മാരുടെ ചിന്താഗതിയിൽ ഇറ്റ് ഈസ് ദ ക്രിയേറ്റീവ് പവർ
എന്തോ സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള എന്തോ ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്കാണെന്ന് യഹൂദന്മാരുടെ ചിന്തയിലും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അത് പിന്നീട് പ്രവാചകന്മാരോട് സംസാരിക്കുമ്പോൾ ഇറ്റ് വാസ് ദ റെവലേഷൻസ് പവർ, വെളിപ്പെടുന്ന ശക്തിയായിരുന്നു ഈ വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ചു, ദൈവം വെളിപ്പെട്ടു, അവരോട് വചനത്തിലൂടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ it was God's word was revelation. അവർക്കൊരു എന്തോ ഒന്ന് മറഞ്ഞിരുന്നതിനെ വെളിപ്പെട്ട് കിട്ടിയതാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് ഈ ദാബാർ എന്ന വാക്ക്. എന്നാൽ സങ്കീർത്തനത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 107-ാമത്തെ സങ്കീർത്തനത്തിന്റെ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വേർഡ് ഹാഡ് ഹീലിംഗ് പവർ. സൗഖ്യമാക്കുന്ന ശക്തിയുള്ള ഒന്നായിരുന്നു വചനമെന്ന്. അതുകൊണ്ട് യോഹന്നാൻ ഈ വചനത്തെ കുറിച്ച് പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് ഈ വചനമാണ് എന്ന് പറയുമ്പോൾ, യവന ചിന്താഗതിക്കാർക്ക് ഇറ്റ് വാസ് സംതിങ്, അവർക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ആശയമായിരുന്നു അവരോട് പങ്കുവെച്ചത്. യോഹന്നാന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ആ കോണ്ടെക്സ്റ്റിലുള്ളവരോട് സംസാരിക്കാൻ യോഹന്നാൻ ശ്രമിച്ചിരുന്നു. യോഹന്നാൻ അവിടെ ഗ്രീക്ക് ചിന്താഗതിയിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ആശയത്തെയാണ് യേശുവിലൂടെ ഞാൻ കാഴ്ചവെക്കുന്നത്. യഹൂദന്മാരോട് പറഞ്ഞു, ഏറ്റവും പവിത്രമായിട്ടുള്ള, നിങ്ങൾ ചിന്തിക്കുന്ന യാഹ്വേ എന്ന ആ ദൈവത്തിന്റെ ഏറ്റവും പവിത്രമായ അവസ്ഥയാണ് ഞാൻ യേശുവിലൂടെ നിങ്ങളോട് ചിത്രീകരിക്കുന്നത് എന്ന് പറയുന്നു. അവിടെ യോഹന്നാൻ പറഞ്ഞു വെക്കുന്നത്, ജീസസ് ഈസ് ഒന്നാമത്, ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിയേഷൻ. ഹി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ക്രിയേഷൻ. രണ്ടാമതായിട്ട്, ഹി ഈസ് ദ ഹൈയസ്റ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. ജീസസ് ഈസ് ദ ഹൈയസ്റ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഏറ്റവും പരമോന്നതമായ ദൈവത്തിന്റെ വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് യോഹന്നാൻ അവരോട് പറയുകയുണ്ടായി. മൂന്നാമതായിട്ട് നമുക്ക് യോഹന്നാന്റെ ചിന്തയെ പൗലോസിന്റെ ചിന്തയുമായിട്ട് ചേർന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 16 വാക്യങ്ങൾ ആർക്കെങ്കിലും ഉറക്കെ വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുവാൻ ശ്രമിക്കുന്നത്, ജീസസ് ഈസ് ദ വൺ ഹു ഹോൾഡ്സ് ദ ക്രിയേഷൻ ടുഗദർ. നമ്മൾ പറഞ്ഞു, യോഹന്നാൻ പറയുന്നു എന്ന് പറഞ്ഞു, ജീസസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ക്രിയേഷൻ, ഹി ഈസ് ദ ഹൈയസ്റ്റ് റെവലേഷൻ. മൂന്നാമതായിട്ട്, ജീസസ് ഈസ് ദ വൺ, ഈ സൃഷ്ടിയെ മുഴുവനും കൂട്ടി ഇണക്കുവാൻ അധികാരമുള്ളവൻ, ഈ സൃഷ്ടിപ്പിനെ മൊത്തത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ അധികാരമുള്ളവൻ ഈ യേശു ക്രിസ്തു തന്നെയാണ് എന്നാണ് പൗലോസ് അവരോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വാരത്തിൽ ഈ വചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ സൃഷ്ടിയെ മുഴുവൻ ഉണ്ടാക്കിയ ആ വചനമായവനാണ് അവിടെ കരങ്ങളിൽ മേൽ ആണി അടിച്ച് കിടക്കുന്നത്. ഈ സൃഷ്ടിയെ മുഴുവൻ സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള ആ ദൈവം തന്നെയാണ് ആ ആണികളിൽ മേൽ അവിടെ തൂങ്ങിക്കിടക്കുന്നത്. ഈ സൃഷ്ടിയെ മുഴുവൻ തന്റെ വാക്കുകൾ കൊണ്ട് നിയന്ത്രിച്ചവൻ, സമുദ്രത്തിന്റെ മേലും ആഴങ്ങൾ മേലും ഭൂമിയുടെ അഗാധങ്ങളിൽ വരെ ഇറങ്ങി ചെല്ലുവാൻ ശക്തിയുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞവനാണ് അവിടെ കിടന്ന് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഈ മഹത്വരമായ വചനം തന്നെയാണ് ക്രൂശിൽ ചതയ്ക്കപ്പെട്ടത് എന്ന് ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, ഗ്രീക്ക് ചിന്തകർക്കും യഹൂദന്മാർക്കും ഒക്കെ ഈ വചനം എന്ന് പറയുന്നത് അവർ ഏറ്റവും റെസ്പെക്ട് കൊടുത്തിരുന്ന ഒരു സംഭവം. അവരുടെ മുൻപിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്ന ഒരു സ്കാൻഡലാണ് അടുത്ത വാക്ക് എന്ന് പറയുന്നത്. വചനം ജഡമായി തീർന്നു. അവർക്ക് ഒരിക്കലും, രണ്ടാമത്തെ ചിന്തയാണ് ജഡമായി തീർന്ന വചനം.
ആദ്യത്തെ ശക്തിയുള്ള വചനമായിരുന്നു. രണ്ടാമത്തത് ജഡമായി തീർന്ന വചനം. അവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ സാധിക്കാത്തതാണ് ഈ ദൈവം ജഡമായി തീരുക എന്ന് പറയുന്നത്. അവർക്കിത് കേൾക്കുന്നതേ അറപ്പായിരുന്നു. കാരണം യവന ചിന്താഗതിയിൽ ഈ ഫ്ലഷ് എന്ന് പറയുന്ന, ജഡം എന്ന് പറയുന്നത് ഒരു തടവറയായിട്ടാണ് അവർ തത്വചിന്തകന്മാരായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അങ്ങനെയുള്ള സോക്രട്ടീസ് മുതലായിട്ടുള്ളവർ ഗ്രീക്കിൽ തത്വചിന്തയുടെ ഒരു വലിയ സമാഹാരം തന്നെയാണ്. അവരുടെ ചിന്താഗതിയിൽ നമ്മളുടെ ഈ ജഡം എന്ന് പറയുന്നത് അതൊരു തടവറയായിട്ടാണ് അവർ കണ്ടിരുന്നത്. ആ തടവറയിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെ എല്ലാം ഈവിളായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഈ ലോകത്തിനപ്പുറമുള്ളത് സ്വർഗത്തിലുള്ളതാണ് ഏറ്റവും ഉന്നതമായത് എന്നുള്ളതാണ് അവരുടെ ചിന്ത. അവരോടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഹൈയസ്റ്റ് ആശയം തന്നെയാണ് ജഡമായി തീർന്നത്, ഫ്ലഷ് ആയി തീർന്നത്, മനുഷ്യനായി തീർന്നത് എന്നൊന്നുമല്ല യോഹന്നാൻ പറയുന്നത്. വളരെ പരുക്കനായ ഭാഷയിൽ തന്നെയാണ് യോഹന്നാൻ പറയുന്നത്, ജഡമായി തീർന്നു, അസ്ഥിയായി മാറി, രക്തമായി മാറി, മാംസമായി മാറി, the something which can feel pain, വേദന അനുഭവിക്കുവാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾ ഈ വിശ്വസിക്കുന്നത് മാറി എന്നാണ് യോഹന്നാൻ അവരോട് പറഞ്ഞു വെക്കുന്നത്. ചാട്ടവാറാൽ മുറിക്കപ്പെടുവാൻ സാധിക്കുന്നത് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ആശയം, പവർ, നിങ്ങൾ വിശ്വസിക്കുന്നത് മാറി ഇൻകാർണേറ്റ് ചെയ്തു എന്നാണ് യോഹന്നാൻ അവരോട് പറഞ്ഞു വെക്കുന്നത്. ഇതേ വാക്ക് തന്നെ, ഈ ജഡം ധരിക്കുക എന്ന വാക്ക് തന്നെ നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 40-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കാണാം. കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. അവിടെ ജഡത്തെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. സംതിങ് വിച്ച് ക്യാൻ ഫീൽ പെയിൻ, something which can feel hunger, something which can have tiredness, something which can die, മരിക്കുവാൻ സാധിക്കുന്ന, വേദന അനുഭവിക്കുവാൻ സാധിക്കുന്ന, ക്ഷീണം അനുഭവിക്കുവാൻ സാധിക്കുന്ന എന്തോ ഒന്നായിട്ട് ഈ വചനത്തെ യോഹന്നാൻ ചിത്രീകരിക്കുക. The eternal became vulnerable. നിത്യമായ ദൈവത്തിൻ്റെ ഇത് വൾനറബിലിറ്റി എടുത്തു വെക്കുന്നു. അതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പൗലോസിന്റെ ലേഖനത്തിലാണ്. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 6-8 വാക്യങ്ങൾ, നമ്മൾ കെനോസിസ് എന്നൊക്കെ മിക്കവാറും കേൾക്കുന്ന വാക്യം. അവൻ ദൈവ സ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ജീസസ് ലൈഫ് വാസ് വൾനറബിൾ. നമ്മൾ ഈ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് പോലെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവൻ മാത്രമായിരുന്നില്ല, അടയാളങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നവൻ മാത്രമല്ല, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ സാധിക്കുന്നവൻ മാത്രമായിട്ടല്ല കർത്താവ് ഈ ലോകത്തിൽ ജഡമെടുത്തത്. ഹി വാസ് വൾനറബിൾ. നമ്മളുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നായിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലാസറിന്റെ വീട്ടിൽ ചെന്ന് ലാസറിന്റെ മരണത്തിനോട് ചേർന്നിരുന്ന് മാർത്തയോടും മറിയോടും ചേർന്നിരുന്ന് കരഞ്ഞ കർത്താവ്. അത് വെറും ഒരു ഷോ അല്ലായിരുന്നു കേട്ടോ. അവൻ വേദനിച്ചിട്ട് കരഞ്ഞത്, അവന്റെ കണ്ണിൽ ഉള്ളി തേച്ചിട്ട് കണ്ണുനീര് വന്നതല്ല. He wept with sincere heart. അവൻ വേദനിച്ചു, ഹൃദയം നൊന്തട്ട് കരഞ്ഞവനാണ്. നമുക്ക്
കാണുവാൻ സാധിക്കുന്നത്. ശമരിയയുടെ പട്ടണത്തിൽ ശമരിയ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവൻ വെള്ളം ചോദിക്കുന്നത് വെറുതെ അല്ല കേട്ടോ, അവന് ദാഹിച്ചിട്ട് തന്നെ അവൻ ചോദിച്ചത്. അവളുമായിട്ട് സംസാരിക്കണം എന്നുള്ള വിചാരത്തിൽ മാത്രം ചോദിച്ചതല്ല കർത്താവ്. He had thirst. എന്നെയും നിങ്ങളെയും പോലെ ഈ ചൂടത്ത് ദാഹിക്കുന്നവൻ തന്നെയാണ് നമ്മുടെ കർത്താവ്. പത്രോസ് അവനെ ശാസിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ പറയരുത്. പിയർ പ്രഷർ അനുഭവിച്ചവനാ കർത്താവ്. എനിക്കും നിങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ അതേ പിയർ പ്രഷർ അനുഭവിച്ചവനാ കർത്താവ്. ഗെത്സമനയുടെ തോട്ടത്തിൽ വേർപ്പ് തുള്ളികൾ രക്തമായി തീർന്നത് അത് വെറുതെ ആയിരുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് പ്രഷർ ശരീരത്തിൽ അനുഭവിച്ചപ്പോൾ വിയർപ്പ് തുള്ളികളുടെ ധാരത്തിലൂടെ രക്തം പുറത്തു വന്നതാണ്. ഞാൻ അനുഭവിക്കുന്ന ഏത് വേദനയോടും ചേർന്ന് വെക്കുവാൻ സാധിക്കുന്നതാണ് ഈ കർത്താവിന്റെ ജീവിതം. യോഹന്നാൻ അതാണ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. He was not that eternal being which had no pain. അവനെല്ലാം അറിയുന്നവൻ. ഈ ലോകത്തിൽ വന്നപ്പോൾ എല്ലാ വേദന പാപമൊഴികിയ സർവത്തിലും എനിക്കും നിങ്ങൾക്കും തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു ദൈവം. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ അതേ അളവിൽ തന്നെ അതിനപ്പുറം അനുഭവിച്ച ഒരു ദൈവം. മനസ്സിലാകട്ടെ, ശരീരത്തിലാകട്ടെ, ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ തന്നെ ആകട്ടെ, എന്റെയും നിങ്ങളുടെയും വേദനകൾ അതേ അളവിൽ കൂടുതൽ അനുഭവിച്ച ഒരു കർത്താവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. ബട്ട് വൈ? എന്തുകൊണ്ടാണ്? വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരെ ഒക്കെയും വിടുവിച്ചു. That is the sole reason he came to this world. ശരീരം എടുത്ത് ഈ ലോകത്തിൽ വന്നതിന്റെ സോൾ റീസൺ അത് തന്നെയാണ്. To deliver us. നമ്മൾ പാടുമല്ലോ, രക്ഷിതാവിനെ നമുക്ക് ചേർന്ന് പാടാം. രക്ഷിതാവിനെ കാൺക ഭാവി, രക്ഷിതാവിനെ കാൺക ഭാവി, നിന്റെ മേൽക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ മേൽക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. മോനെ ടിബു, നിന്റെ പേർക്കാണ് ഞാൻ മരിച്ചത് എന്നാണ് കർത്താവ് പറയുന്നത്. മക്കളെ, നിന്റെ പേർക്കാണ് എന്റെ കർത്താവ് മരിച്ചത്. നിന്റെ പേർക്കാണ് എന്റെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി തീർന്നത്. ഈ ലോകത്തിലെ കഷ്ടതകളും വേദനകളും എല്ലാം സഹിപ്പാൻ ജഡമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്റെയും നിങ്ങളുടെയും പേർക്ക് വേണ്ടിയാണ്. ഈ മരണത്തെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ്. എനിക്കും നിങ്ങൾക്കും അർഹിക്കുന്ന ആ മരണം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ വന്നത്. To become a sacrifice, there needs to be a body. യാഗമായി തീരണമെങ്കിൽ ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരം ഏറ്റെടുത്തത് എൻ്റെയും നിങ്ങളുടെയും പേരാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, I will carry this for you. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചുമക്കാം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്
He dwelt among us. യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ കാണുന്നത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ മുൻപോട്ട് വെക്കുന്ന മൂന്നാമത്തെ ആശയം ഇത് തന്നെയാണ്. ഈ ഡ്വെൽറ്റ് എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് എസ്കെനോസിസ്. എസ്കെനോസിസ് അതിന്റെ അർത്ഥം വരുന്നത് കൂടാരം അടിച്ചു എന്നുള്ളത്. ടു മേക്ക് എ ടെന്റ്, കൂടാരം അടിക്കുക. കൂടാരം അടിക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം, ഒരിടം വേണം. അവിടെയാണ് കൂടാരം അടിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ഇതുമായിട്ട് ചേർത്ത് ചിത്രീകരിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ മക്കൾ യോസഫിന്റെ കാലത്ത് മിസ്രൈമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവിടെ പാർത്തു, അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് പെരുകിയപ്പോൾ മിസ്രൈം ദേശക്കാരെ അവരെ ആരാക്കി മാറ്റി? അടിമകളാക്കി മാറ്റി. അടിമകളാക്കി മാറ്റി കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം അവർ ദൈവത്തോട് കരഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് വിടുവിക്കണം. ഈ ദൈവ സാന്നിധ്യ ബോധമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയ അവസ്ഥയിൽ അവരുടെ ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് വിടുവിക്കണം. അവരുടെ ഇടയിലേക്ക് മോശയെ അയക്കുന്നു, അഹരോനെ അയക്കുന്നു. അവര് ഇസ്രായേൽ ദേശത്തിൽ നിന്ന് ഇറങ്ങി വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയാണ്. അവരുടെ തമ്മിലുള്ള കലഹവും ദൈവത്തോടുള്ള കലഹവും കാരണം 40 വർഷങ്ങൾ മരുഭൂമിയിൽ കൂടെ അലഞ്ഞു. അവിടെ അവർക്ക് ഈ ദൈവത്തിന്റെ സാന്നിധ്യ ബോധം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ എന്തടിക്കണം? സമാഗമന കൂടാരം അടിക്കണം. സമാഗമന കൂടാരം അടിക്കണം. യഹൂദന്മാർക്ക് ഏറ്റവും പരിചിതമായ ഒരു കോൺസെപ്റ്റാണ് യോഹന്നാൻ ഇവരോട് സംസാരിക്കുക. ഡ്വെൽറ്റ്, കൂടാരം അടിക്കുക. സമാഗമന കൂടാരത്തെ അവർക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവം. അവരോടാണ് യോഹന്നാൻ പറയുന്നത്, he dwelt among us, അവൻ കൂടാരം അടിച്ചു. അപ്പോൾ ഈ സമാഗമന കൂടാരം എന്തായിരുന്നു? ഈ സമാഗമന കൂടാരത്തിലായിരുന്നു എന്തുള്ളത്? എന്താ സമാഗമന കൂടാരത്തിൽ വെക്കുവാൻ ദൈവം കൽപ്പിച്ചത് ഇസ്രായേൽ മക്കളോട്? ദൈവത്തിന്റെ പെട്ടകം വെക്കണമെന്നാണ് കൽപ്പിച്ചത്. ആ പെട്ടകത്തിൽ ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ ഈ സമാഗമന കൂടാരത്തിൽ there is a presence of God. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ആ സാന്നിധ്യം എന്നുള്ളതല്ല, ദൈവത്തിന്റെ സാന്നിധ്യം നിരന്തരമുണ്ട്, സാന്നിധ്യ ബോധം എന്നുള്ളത് നമുക്കെല്ലാവർക്കും എവിടെയെങ്കിലും വെച്ചൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട്, വിശ്വാസത്തിൽ എത്ര വളർന്നാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ, ഒരു പനി വന്നാൽ, കുഞ്ഞിനൊരു പനി വന്നാൽ അവിടെ കിടന്ന് കരച്ച്, നാളെ എന്താകും, ഈ പനി വന്ന് എന്തെങ്കിലും കൂടുമോ? ഈ കഴിഞ്ഞ ദിവസം എത്ര വർഷക്കാലത്തിന് ശേഷം പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞല്ലേ, ആ കുഞ്ഞിനെ പുലർത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവമല്ലേ നിങ്ങൾക്കുള്ളത്? ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അപ്പനെ അമ്മയും അടിക്കാൻ തോന്നുന്നത്, മോശമായിട്ട് സംസാരിക്കാൻ തോന്നുന്നത്, മറ്റുള്ളവന് അനീതിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തോന്നുന്നത്. ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാലും എന്നോട് കൂടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് ദൈവം തന്നെ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നോട് കൂടെ തന്നെ ഇരിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഒന്ന് വിശ്വസിച്ചാൽ മതി. ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്.
ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, ജീവിതത്തിന്റെ ഏറ്റവും അടിത്തട്ടുകളിൽ ചില നമ്മൾ പറയും ഷിപ്പ് റെക്ക് എന്ന് പറയുന്ന അവസ്ഥയൊക്കെ വരുന്നത് ഈ ഓഷ്യന്റെയൊക്കെ അടിത്തട്ടിൽ ചെന്ന് ഇടിച്ചിട്ട് താഴ്ഭാഗം ഒടിഞ്ഞു പോകുന്ന, ഫൗണ്ടേഷൻ ഇല്ലാതെ പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചില മനുഷ്യരുടെ ജീവിതത്തിൽ വന്നാൽ പോലും പതറാതെ പിടിച്ചു നിൽക്കുന്ന ചില വിശ്വാസ യാത്രകൾ, വിശ്വാസ ജീവിതങ്ങൾ നമ്മളുടെ ഇടയിലില്ലേ? എൻ്റെയൊക്കെ കൊച്ചിലെ കേട്ട് ഞങ്ങളെയൊക്കെ ശക്തീകരിച്ച ഒരു വ്യക്തിത്വമാണ് ജോർജ് ശാമുവൽ സാറിനെ. ഉണ്ടായ മക്കൾക്കെല്ലാം ലക്ഷങ്ങളിൽ കോടികളിൽ ഒരാൾക്ക് മാത്രം വരാവുന്ന ഒരു രോഗത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പോലും വിശ്വാസത്താൽ പതറാതെ കർത്താവിന് വേണ്ടി സുവിശേഷിക്കുന്ന മനുഷ്യരാണ്. ഈ യോബിനെ കുറിച്ചൊക്കെ നമ്മൾ വേറെ പുസ്തകത്തിലേക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനത്തെ ജീവിതങ്ങളൊക്കെ ഇന്നുമുണ്ട്. ഈ വചനം ഇന്നും അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇന്നും പലരിലൂടെ, പല അനുഭവങ്ങളിലൂടെ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ സാന്നിധ്യ ബോധം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പോൾ യഹൂദന്മാർക്ക് ഏറ്റവും പരിചിതമായ ഒരു സംഭവമായിരുന്നു സമാഗമന കൂടാരം. അവിടെ ദൈവത്തിന്റെ ഈ സാന്നിധ്യം ഉണ്ടായെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രണ്ടാമതായിട്ട് അവർ വിശ്വസിച്ചിരുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സാക്രിഫൈസ്. യാഗം അർപ്പിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു സമാഗമന കൂടാരം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വഴുതി പോയെങ്കിൽ, തെറ്റ് ചെയ്തു പോയെങ്കിൽ തിരിച്ചു വന്ന് ദൈവത്തോട് ക്ഷമ യാചിക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് ഈ സമാഗമന കൂടാരം. പിന്നീട് ഇത് യെരുശലേം ദേവാലയം ഒക്കെ ആയിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സാക്രിഫൈസ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ is there a place for sacrifice? ലിറ്ററൽ സെൻസിലല്ല, കാളയും കഴുതയും കൊണ്ട് വെട്ടിമുറിച്ച് യാഗമർപ്പിക്കുന്ന ഇടമായിട്ടല്ല, പക്ഷെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന ഒരു ഇടം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് രാത്രി കിടക്കുന്നതിന് മുൻപുള്ള ഒരു സമയമായിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടേബിളിൻ്റെ പുറമായിരിക്കാം. എൻ്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു തലയിണയുടെ അറ്റമായിരിക്കാം. ഞാൻ മുട്ടുകൾ മടക്കുന്ന ഒരു പായിന്മേലായിരിക്കാം. ഒരു ഞായറാഴ്ച ആരാധനയിലായിരിക്കാം. Is there a place of sacrifice? ദൈവത്തോട് നിരപ്പിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരിടം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ? ഈ ദൈവത്തിന്റെ സാന്നിധ്യ ബോധം നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഇന്നും നമ്മൾ ഓരോരുത്തരും നമ്മൾ യോഗ്യരാണ് എന്ന് പറഞ്ഞ് നമ്മളെ ചിത്രീകരിക്കുക. ദൈവം ഏറ്റവും വെറുപ്പോടെയും അറപ്പോടെയും കാണുന്നതാണ് മനുഷ്യന്റെ സ്വയം നീതീകരണം എന്ന് പറയുന്നത്. ഓരോ കമ്മ്യൂണിയൻ സർവീസിലും കമ്മ്യൂണിയൻ എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. പലപ്പോഴും അത് തെറ്റായിട്ടാണ് ഞങ്ങളിൽ പലരും അത് പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. പലപ്പോഴും അത് അനുതാപ പ്രാർത്ഥനയായിട്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം ശരിക്കും ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. പ്രെയർ ഓഫ് ഹംബിൾ ആക്സസ്, വിനയത്തിന്റെ പ്രാർത്ഥനയാണ് ശരിക്കും. നമ്മളുടെ ഒരു ആരാധന ക്രമം പലപ്പോഴും ഞാൻ പല പ്രസംഗങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നുകൂടെ കേൾക്കുക. നമ്മളുടെ ആരാധന ക്രമത്തിന് ഒരു ഓർഡർ ഉള്ളതാണ്. നമ്മൾ ആദ്യം ഒരുക്കത്തിന്റെ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മുൻപിൽ വന്ന് പ്രൊസഷനായിട്ട് വന്ന് മുൻപിൽ നിന്ന് തൃത്വത്തിന് സ്തുതി അല്ലെങ്കിൽ ഗ്ലോറിയ
ഇത് ഏതെങ്കിലും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അവിടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുക. തൃത്വമായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിന്റെ മഹോന്നതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ്. ആ സ്തുതി കരയറ്റുമ്പോഴാണ് യെശയ്യാ പ്രവാചകനെ പോലെ നമ്മൾ മനസ്സിലാക്കുന്നത് ഐ ആം എ സിന്നർ. ദൈവം ഇത്രയും ഉന്നതനാണെങ്കിൽ, ദൈവം ഇത്രയും പരിശുദ്ധനാണെങ്കിൽ ഞാൻ പാപിയാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പാപസ്വീകാര പ്രാർത്ഥന നമ്മൾ നടത്തുന്നു. അതുകൊണ്ടാണ് അച്ഛന്മാർ പറയുന്നത്, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ പാപസ്വീകാര പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് തന്നെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പാപസ്വീകാര പ്രാർത്ഥന ചൊല്ലിയെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ കമ്മ്യൂണിയൻ കൈക്കൊള്ളാവൂ എന്ന് ഒരു അലിഖിത നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില സഭകളിലൊക്കെ കുർബാന എന്താ പറയുന്നത്, കാണാൻ പോയി എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ കുർബാന കാണാൻ പോകുന്നവരല്ല, പങ്കെടുക്കുവാൻ നമുക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ. ഒരച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രിഗേഷൻ ആൻഡ് അച്ഛൻ ടുഗെദർ മേക്സ് ദ വർഷിപ്പ്. ദൈവത്തിന്റെ കൂടെ ഈ അച്ഛനും കോൺഗ്രിഗേഷനും ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം അച്ഛൻ കൈപൊക്കി പറയുന്നത്, മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവങ്കിലേക്ക് കടന്നു വരികയും എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നത്. അതുകൊണ്ട് സത്യമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമണി. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പോലും അത് അച്ഛൻ പറയുന്നുവെങ്കിലും ദൈവം നമ്മളോട് പറയുന്നതായിട്ടാണ് അത് പറയുന്നത്. ആ കൃപാമൊഴികൾ ചൊല്ലിത്തരുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അന്നത്തെ പറയുന്ന, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മൾക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് പറയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ ചൊല്ലി, അറിഞ്ഞു മതിയാതെ എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ വന്നുപോയി കർത്താവെ, ഞാൻ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞ് പാപസ്വീകാര പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, എത്ര കടും ചുവപ്പായിരുന്നാലും നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ് ഞാൻ. എന്നിട്ടാ പറയുന്നത്, മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവങ്കിലേക്ക് അടുത്തു വരുന്നവർക്ക് ഈ പാപക്ഷമ ലഭിക്കുമെന്ന് ഒരു പട്ടക്കാരൻ പറയുമ്പോൾ, ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിച്ചു എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് മുൻപോട്ട് ഈ പാപക്ഷമ ലഭിച്ചതിന് ശേഷമാണ് മുൻപോട്ട് ഈ ദൈവവചനം കേൾക്കുവാൻ നാം തയ്യാറാകുന്നത്. അതിനുശേഷം ആ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പാപം അകറ്റപ്പെട്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി എന്നോട് സംസാരിക്കുന്ന ദൈവവചനം, ആ ദൈവവചനത്തിൽ നിന്ന് അച്ഛൻ സംസാരിച്ചതിന് ശേഷം ഈ ദൈവവചനത്തിൻ്റെ നിന്ന് കേട്ട വിശ്വാസത്തെ നമ്മൾ നിഖ്യാവിശ്വാസ പ്രമാണത്തിലൂടെ ഏറ്റുചൊല്ലിയതിന് ശേഷം ഈ വിശ്വാസത്തെ ഉറപ്പോടെ ധൈര്യത്തോടെ ഏറ്റുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളെല്ലാവരും ഒരു ആശീർവാദമുണ്ട്. ആ ആശീർവാദത്തിന് ശേഷം ദാനാർപ്പണ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നതിന് ശേഷം നമ്മൾ സ്തോത്ര കാഴ്ചയായിട്ട് കാശിടും. പക്ഷെ അതിലപ്പുറമായിട്ടൊരു അർത്ഥമുണ്ട്. ഈ സ്തോത്ര കാഴ്ചയിൽ എനിക്ക് സ്വയമായിട്ട് കയറി വന്ന് ദൈവസന്നിധിയിൽ വരുവാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് എ സിമ്പിൾ. ഞാൻ ഇടുന്നത് എനിക്ക് പകരമായിട്ടുള്ളൊരു സിമ്പിളായിട്ടാണ്, അല്ലാതെ നമ്മൾ ഇടുന്ന കാശിൻ്റെ വിലയല്ല കേട്ടോ. എനിക്ക് പകരമായിട്ടാണ് ആ സ്തോത്ര കാഴ്ച ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പഴയ കാലങ്ങളിൽ കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് നമ്മുടെ അപ്പവും വീഞ്ഞും പുറകിൽ നിന്നായിരുന്നു. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായ അപ്പവും വീഞ്ഞും പുറകിൽ നിന്ന് കൊണ്ടുവെക്കാറുണ്ട്. അത് ബ്ലെസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഇതും പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിന് മുൻപായിട്ട് ഒരച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുന്നതാണ് വിനയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, പ്രെയർ ഓഫ് ഹംബിൾ എക്സസ്. വിനയ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാമെന്ന് പറഞ്ഞു. അവിടെ പറയുന്നു, കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ കരുണകളല്ലാതെ ഞങ്ങളുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ഈ മേശയെങ്കിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണ ചെയ്യുകയും സ്വഭാവമുള്ള കർത്താവാകൊണ്ട്
ഞങ്ങൾ നിന്റെ പലവിധമായ കണ്ണുകളിലും. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതെല്ലാം ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കി, യു forgave our sins, ഞങ്ങളുടെ പാപങ്ങളെ നീ മോചിച്ചു, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതെല്ലാം നീ കേട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ ഐ ആം അൺവർത്തി. ദൈവത്തിന്റെ സന്നിധിയിൽ വിനയത്തോടെ ഏറ്റുപറയുക, ദൈവമേ ഐ ആം സ്റ്റിൽ അൺവർത്തി ടു കം ബിഫോർ യുവർ ടേബിൾ ഓഫ് ഗ്രേസ്. ഈ കരുണയുടെ മേശയുടെ മുൻപാകെ, കൃപാസനത്തിന് മുൻപാകെ കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ഈ ലോകത്തിൽ നേടിയതോ എനിക്കുള്ളതോ എനിക്ക് ലഭിച്ചതോ എന്റെ സമ്പത്തോ ഞാൻ നേടിയ വിദ്യാഭ്യാസമോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്നെ ഇവിടെ കടന്നു വരുവാൻ യോഗ്യതയുള്ളവരാക്കുന്നില്ല. It is because you became my righteousness. ദൈവമേ കർത്താവേ, നീ എന്റെ നീതി ആയതുകൊണ്ട് മാത്രം, നിന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് മാത്രമാണ്, ആ വിശ്വാസത്തിൽ, ആ ധൈര്യത്തിലാണ് ഞാൻ കടന്നു വരുന്നത്. അതാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. യാഗത്തിന്റെ അർപ്പിക്കാൻ കടന്നു വരുമ്പോൾ, യാഗം അർപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ ഈ പ്രേയർ ഓഫ് ഹംബിൾ ആക്സസ് ഉണ്ടാകുന്നു. എൻ്റെ ജീവിതത്തിൽ യാഗത്തിന്റെ ഒരു ഇടം ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ യോഗ്യനല്ല. ഈ ലോകത്തിൽ എത്ര സമ്പത്തുണ്ടായാലും, ആരുടെ മകനായിട്ടോ മകളായിട്ടോ ജനിച്ചെങ്കിലും, ഈ ലോകം അറിയപ്പെടുന്ന എത്ര വല്ല കുടുംബത്തിന്റെ പേരിന്റെ മഹിമ കൂട്ടിച്ചേർക്കുവാനുണ്ടെങ്കിൽ പോലും, പേരിന്റെ കൂടെ എത്ര നീട്ടമുണ്ടെങ്കിൽ പോലും, that does not make me worthy. അഹങ്കരിക്കുവാൻ ലോകത്തിൽ ഒന്നും തന്നെയില്ല. We need to have a place of sacrifice. യാഗത്തിനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിരപ്പാകുവാനുള്ള ഒരിടം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. മൂന്നാമതായിട്ട് ഈ സമാഗമന കൂടാരത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യഹൂദന്മാരുടെ 12 ഗോത്രങ്ങൾ സ്ഥിതി ചെയ്തതിന്റെ ഒത്ത നടുക്കായിരിക്കണം, ദ സെന്റർ ഓഫ് ദ ക്യാമ്പ് ആയിരിക്കണം എന്നാണ് ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുന്നത്. 12 ഗോത്രങ്ങൾക്കും ഒരുമിച്ച് കൂടി വന്ന് ഒരുമിച്ച് നടുവിൽ യൂണിറ്റിയോടെ നിൽക്കുവാനുള്ള ഒരു സ്ഥലമാണ് ഈ സമാഗമന കൂടാരം. വീണ്ടും ചോദിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സെന്റർ എന്താണ്? Where do my life revolve around? എൻ്റെ ജീവിതം എന്തിനെ ചുറ്റിപ്പറ്റിയാ കറങ്ങുന്നത്? കാശുണ്ടാക്കണമെന്നുള്ളതാണോ? മക്കളുടെ എഡ്യൂക്കേഷനാണോ? ഈ ലോകപ്രകാരമുള്ള മഹിമയാണോ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ സെന്റർ? ഇസ്രായേൽ മക്കളുടെ പാളയത്തിന്റെ ഒത്ത നടുക്കായിരുന്നു ഈ സമാഗമന കൂടാരം. അതുകൊണ്ടാണ് യോഹന്നാൻ അവരോട് പറയുന്നത്, ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവുമുള്ളവനായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. He became the center. He became the place of sacrifice. He became the presence of God among us. യഹൂദന്മാർക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കുന്നതല്ലായിരുന്നു. കാരണം അവരുടെ സമാഗമന കൂടാരത്തിന് ഒരു തിരശ്ശീലയുണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത വിശുദ്ധമായ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദ ഹോളി ഓഫ് ഹോളി എന്ന് പറയുന്ന ഇടത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ അവിടെ ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. പഴയ നിയമത്തിന്റെ വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ പാപങ്ങൾ കാരണം ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ പുതിയ നിയമവിശ്വാസത്തെ യോഹന്നാൻ അവരോട് സംസാരിക്കുന്നത്, യോഹന്നാൻ പറയുന്നത്, God rewrites
യുവർ ഹിസ്റ്ററി. നിങ്ങളുടെ ചരിത്രത്തെ വീണ്ടും തിരുത്തി എഴുതുകയാണ് ദൈവം. John states that Jesus is the fulfillment of this tabernacle. ഈ സമാഗമന കൂടാരത്തിന്റെ പൂർണ്ണതയായിരുന്നു നമ്മുടെ കർത്താവ് എന്നാണ് യോഹന്നാൻ അവരോട് പറയുന്നത്. അവരറിയുന്ന ദൈവം മുകളിൽ നിന്ന് ആജ്ഞകളെ കൊടുക്കുന്നവനായിരുന്നു. മുകളിൽ നിന്ന് വെളിപ്പാടുകളെ കൊടുക്കുന്ന പ്രവാചകന്മാരിലൂടെ ഒക്കെ സംസാരിച്ച് അവരോട് ആശയങ്ങൾ സംവേദിക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടത്. പക്ഷേ യോഹന്നാൻ യേശുക്രിസ്തുവിനെ, ഈ ദൈവമായ യേശുക്രിസ്തുവിനെ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്, അവൻ ഈ ദൈവം താഴേക്ക്, ഈ മഹത്വകരമായ ഈ ശക്തിയുള്ള ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ്. മുകളിൽ നിൽക്കുന്നവനല്ല ഈ ദൈവം. മുകളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്നവനല്ല ഈ ദൈവം. നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന് നിങ്ങളോട് കൂടെ ഇരിക്കുന്നവനാണ് ഈ ദൈവം. സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുണ്ടെങ്കിൽ ഇന്ന് അതില്ല. നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമാണ് നിങ്ങൾക്കുള്ളത്. ഈ തകർക്കപ്പെട്ട ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ കൂടാരമടിച്ച് നമ്മളുടെ ഇടയിൽ പാർക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളുടെ അയൽവാസിയായി, നമ്മളുടെ സുഹൃത്തായി, വേണ്ടപ്പെട്ടവനായി, നമ്മളുടെ കരയുന്ന നമ്മളുടെ ഇടയിൽ തോള് തന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് യോഹന്നാൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. He became the fulfillment of the tabernacle. അതുകൊണ്ട് യഹൂദന്മാർക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ കാര്യങ്ങളൊക്കെ. അവൻ നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ച് പാർത്തു എന്ന് പറയുന്നു. ഇത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, if Jesus is the tabernacle, he is the place where God and man finally meet. He is the ultimate place of sacrifice. മനുഷ്യനും ദൈവവും കരം പിടിക്കുന്ന ഇടമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. പാപത്താൽ നിറയപ്പെട്ട എന്നെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന ശക്തിയുള്ള, അധികാരമുള്ള ഒരിടമാണ് യേശുക്രിസ്തു. എൻ്റെ ജീവിതത്തിന്റെ നിരപ്പിന്റെ യാഗത്തിന്റെ സ്ഥലമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ വിട്ട് പോകുവാൻ ഇടയായി തീരരുത്. ഈ സ്നേഹിതനായ കർത്താവിനെ വിട്ട് പോകുവാൻ ഇടയായി തീരരുത്. എൻ്റെ UTCയുടെ കാലഘട്ടത്തിൽ, ആദ്യത്തെ വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒരു 25 ദിവസം എക്ലീഷ്യൽ മിനിസ്ട്രി അല്ലെങ്കിൽ ഡയക്കോണൽ മിനിസ്ട്രി ഒക്കെ ചെയ്യുവാനുള്ള സമയമുണ്ട്. അതല്ലാതെ ഫീൽഡ് വിസിറ്റിനൊക്കെ പോകേണ്ട നാളുകളുണ്ട്. ഒരു 25 ദിവസം ഞാൻ പോയത് വെല്ലൂർ CMC വെല്ലൂരിലാണ്. അവിടെ ചാപ്ലൻസി ഡിപ്പാർട്ട്മെൻറ്റിനോട് കൂടെ താമസിക്കുകയാണ്. നമ്മളുടെ ബെത്സൈദയിൽ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും അവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കാഷ്വാലിറ്റി, അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലൊക്കെ രോഗികളോട്, അച്ഛന്മാരോട് കൂടെ ചേർന്ന് ചെല്ലേണ്ട ഒരു ചുമതലയായിരുന്നു ഞങ്ങൾക്കുള്ളത്. അവിടെ ബംഗാളിൽ നിന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി അവിടെ കടന്നു വന്നിരിക്കുന്നത് വളരെ കുറച്ചു പേർക്ക് വരുന്ന ഒരു രോഗത്തിന് അടിമപ്പെട്ട വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ആധിക്യം മൂലം ശരീരത്തിൻ്റെ തൊലിയെല്ലാം പൊട്ടി ചോര വരുന്ന ഒരവസ്ഥ. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കേസ് സ്റ്റഡി എടുത്തപ്പോൾ വളരെ കുറച്ച് നാളുകൾ കൂടിയേ ജീവിക്കത്തുള്ളൂ എന്ന് പറയുവാൻ ആ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പല പ്രാവശ്യം ആദ്യമൊക്കെ പോയി ഒരു കേസായിട്ട് മാത്രം കണ്ടുവെങ്കിൽ പോലും
പിന്നീട് അദ്ദേഹത്തെ കാണുവാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ, എനിക്കിവിടെ വന്നപ്പോൾ ഈ രോഗം മാറണമെന്നുള്ള ഒരു ചിന്താഗതിയോടെ ഞാൻ ഇവിടെ വന്നത്. ഏറെ പേടിയോടെയും ഭയത്തോടെയും ഇവിടെ വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ഏകദേശം 1 മാസമായി അവിടെ വന്നിട്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രോഗം മാറത്തില്ല, ഞാൻ മരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായി. അതിൻ്റെ ഭീതിയിൽ ഒരാഴ്ചക്കാലം കരഞ്ഞ് നിലവിളിച്ചു. അപ്പോഴാണ് നിങ്ങളുടെ കൂടെയുള്ള ഈ അച്ഛന്മാർ ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അവിടെ ഒരു ബംഗാളിൽ നിന്നുള്ളൊരു ചാപ്ലൻസിയിലുള്ള ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ അദ്ദേഹത്തോട് സംസാരിച്ചതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത ലഭിച്ചത്, അദ്ദേഹം പറഞ്ഞു, എന്നെ ക്രൈസ്തവനായ മനുഷ്യൻ, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് ഈ രോഗം വന്നത് അറിയാവുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ തെറ്റുകളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നോട് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ അച്ഛൻ എന്നോട് പറഞ്ഞു. ഈ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണെന്ന് ഈ അച്ഛന്മാർ ഞങ്ങളോട് പറഞ്ഞു. ഇപ്പോഴെനിക്ക് വേദനകളൊക്കെ ഉണ്ട്, ദേഹമൊക്കെ പൊട്ടിത്തെറിക്കുന്ന വേദനകളൊക്കെ ഉണ്ട്, പക്ഷെ മരിക്കാൻ ഭയമില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എന്നെ കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുമൊക്കെ ഈ ഒരു ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കാത്തിരിക്കുന്ന അനേകരുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളുടെ വിശ്വാസമല്ല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നത് പോലെയല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, ഞാൻ ആരാധിക്കുന്നത് പോലെയല്ല എന്നൊക്കെ പറഞ്ഞ്, എന്നെ പോലെയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന എത്ര പേരുണ്ട് നമ്മുടെ ചുറ്റും. തിരശീലകളിട്ട് മാറ്റി നിർത്തുന്ന എത്ര പേര് നമ്മളുടെ മുന്നിലുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഈ തിരശീലെ മുറിച്ചു മാറ്റുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കർത്താവ് ആ കുരിശിൽ കിടന്ന് ഒഴിഞ്ഞപ്പോൾ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞപ്പോൾ ആ യഹൂദ ദേവാലയത്തിന്റെ തിരശീലകൾ 2 കീറി മാറിയത്. I am the ultimate sacrifice. Anyone can come through me. എന്നിലൂടെ ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് എന്ന് യഹൂദന്മാരുടെ മുഖത്തടിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. യോഹന്നാന് കുരിശ് എന്ന് പറയുന്നത് ഒരു നിന്ദാപാത്രമൊന്നുമല്ലായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. തിരശീലയായ കർത്താവ് നടുവെ കീറിയത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് അവകാശം തന്നൊരു ദൈവമുണ്ട്. ഇന്നും നമ്മളുടെ ഇടയിൽ എത്ര പേരുണ്ട് പല കാരണങ്ങളാൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരാത്തവർ. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയാണ് നിങ്ങളെ കർത്താവിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? നിങ്ങൾക്ക് ശരീരം തന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർത്തവം തന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, അത് നിങ്ങളെ വിശുദ്ധ സംസർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ എന്ത് അവകാശമാണുള്ളത്? ഏതവസ്ഥയിലും എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണതയോടെ കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശം തന്ന ഒരു ദൈവമുണ്ട്.
നമ്മളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. എനിക്കും നിങ്ങൾക്കും ഈ ശരീരം തന്ന ഒരു ദൈവം ഉണ്ടായെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഈ അവസ്ഥ തന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഈ അനുഗ്രഹം തന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, അത് എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ തടസ്സമുള്ളതായിട്ട് ഒന്നും തന്നെ ഇല്ല. കുരിശിന്റെ കാൽ കീഴിൽ നാം യാത്ര ചെയ്യുക. ഈ കുരിശിനെ അഗണ്യമായി കാണരുതേ. ഈ കുരിശിൽ നൽകിയ വിലയെ അഗണ്യമായി കാണരുതേ. എനിക്കും നിങ്ങൾക്കും അവകാശം തന്നതിനെ തുച്ഛീകരിക്കരുതേ, മാറ്റി നിർത്തരുതേ. എന്നെയും നിങ്ങളെയും ധൈര്യത്തോടെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. He became the means to enter the holy of holy. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള മുഖാന്തരമായി തീർന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിന്റെ ചിന്തകളെയൊക്കെ അപ്രതീക്ഷിതമാക്കി മാറ്റി പുതിയൊരു നിയമം കൽപ്പിച്ച ഒരു ദൈവം. അതുകൊണ്ടാണ് യോഹന്നാൻ അതിന്റെ അവസാനത്തിന്റെ വാക്യത്തിൽ, ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത്, അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. The glory. ഈ യോഹന്നാന് ഗ്ലോറി എന്ന് പറയുന്ന, മഹത്വം എന്ന് പറയുന്ന വാക്ക് നമ്മൾ കാണുന്ന ഒരു മഹത്വം എന്ന ഒരു ചിന്ത പോലെ അല്ലായിരുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തേജസ് എന്ന് പറയുന്ന ഈ ചിന്തയെ ക്രൈസ്തവ സമൂഹം മുഴുവനായിട്ട് പിന്തുടരണം എന്ന ആശയമുള്ളവനാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദ അവർ ഓഫ് ഗ്ലോറി എന്ന മഹത്വീകരണത്തിന്റെ ഒരു സമയം എന്ന് പറഞ്ഞ് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ആർക്കെങ്കിലും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 23-ഉം 24-ഉം വാക്യം. വേറെ എങ്ങും യേശുവിന്റെ ജീവിതത്തിൽ വേറെ എവിടെയും ഈ ദൈവത്തിന്റെ കൃപയും സത്യവും പൂർണ്ണമായി, ദൈവത്തിന്റെ കൃപയും സത്യവും പൂർണ്ണമായി നമ്മൾ എവിടെയും കാണുന്നില്ല. ഈ കുരിശിന്റെ പുറത്ത് മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ തേജസ്സും കൃപയും സത്യവും നമുക്ക് പൂർണ്ണമായി വെളിപ്പെട്ട് കാണുന്നത്. ക്രൂശിൽ ദൈവത്തിന്റെ വിശുദ്ധി എന്ന സത്യം പാപം ന്യായം വിധിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങളിത് പൂർണ്ണ മനസ്സോടെ കേൾക്കണം. ക്രൂശിൽ ദൈവത്തിന്റെ വിശുദ്ധി എന്ന സത്യം, ദൈവം വിശുദ്ധനാണ്. അവന്റെ സന്നിധിയിൽ പാപികൾക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ല. പാപത്തിന് ദൈവസന്നിധിയിൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിശുദ്ധി എന്ന സത്യം, ദ ട്രൂത്ത് ഓഫ് ഹോളിനെസ്, പാപം ന്യായം വിധിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ we can see justice and truth coming together on the cross. അതുകൊണ്ട് തന്നെയാണ് അതേ ക്രൂശിൽ ദൈവത്തിന്റെ സ്നേഹം എന്ന കൃപ, ആ ശിക്ഷ ഏറ്റെടുക്കുവാൻ ഒരു പകരക്കാരനെ നൽകുന്നത്. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേറെ എന്ത് തന്നെ മാർഗങ്ങളും സ്വീകരിക്കാമായിരുന്നു. അതെന്ത് തന്നെ സ്വീകരിച്ചാലും ദൈവത്തിന്റെ സ്വഭാവത്തെ ഖണ്ഡിക്കുന്നതാണ്. വിശുദ്ധനായ ദൈവത്തിന് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ, പാപം ചെയ്തവൻ മരിക്കണം. അതായിരുന്നു ദൈവത്തിന്റെ സത്യമെന്ന വിശുദ്ധി എന്ന സ്വഭാവം. പാപം ചെയ്തവൻ മരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹം കൃപയായി ആ ശിക്ഷ ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തുവിനെ ഒരു പകരക്കാരനായിട്ട് ഈ ലോകത്തിൽ തന്നു. അതായിരുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ തേജസ് എന്ന് പറയുന്നത്, ഗോഡ്സ് ഗ്ലോറി. ഇന്ന് ലോകപ്രകാരം എന്തുവായി തേജസ് എനിക്കും നിങ്ങൾക്കും ചുറ്റുപാടുമുള്ളവർക്കൊക്കെ മഹത്വം എന്ന് പറയുന്ന
അവസ്ഥ, അധികാരം, പണം, സ്റ്റാറ്റസ്, ഏത് പൊസിഷനിൽ കിട്ടുന്നു, ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിക്കുമ്പോൾ ഏത് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ചോദിക്കുന്ന ഇടത്തേക്കാണോ ട്രാൻസ്ഫർ കിട്ടുന്നത്, സൗകര്യമുള്ള ഇടങ്ങളിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടുന്നത്? എന്താണ് എൻ്റെയും നിങ്ങളുടെയും മഹത്വത്തിൻ്റെ നമ്മളുടെ ഡെഫിനിഷൻ? യേശു പറയുന്നു, മഹത്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വീക്ക്നെസ്, ഇറ്റ് ഈസ് ദ വൾനറബിലിറ്റി, ഇറ്റ് ഈസ് ദ സഫറിങ്, ഇറ്റ് ഈസ് ദ പോവർട്ടി. ദരിദ്രനായ എനിക്കും നിങ്ങൾക്കും വേണ്ടി തീർന്ന കർത്താവ്, വൾനറബിളായിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി തീർന്ന കർത്താവ്, വേദനിക്കുന്നവനായിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി തീർന്ന കർത്താവ്, ക്ഷീണിക്കപ്പെട്ട അവസ്ഥയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദാഹിച്ചൊരു കർത്താവ്. അതായിരുന്നു ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്. ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വന്നു. ഈ ലോകത്തെ നിർമ്മിച്ച ലോഗോസ്, വചനം, അധികാരമുള്ള ശക്തിയുള്ള വചനം became vulnerable, weak and broken. ഈ തകർക്കപ്പെട്ട ലോകത്തിലേക്ക് കൂടാരമണിച്ചിറങ്ങി ജഡ അവതാരം എടുത്തിറങ്ങിയ ഒരു കർത്താവ്, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി ജഡാവതാരമെടുത്ത് മനുഷ്യന് സഹിക്കാവുന്ന എല്ലാ വേദനയും പരീക്ഷകളും ഏറ്റെടുത്തൊരു കർത്താവാണ്. To show us what glory actually means. തേജസ്കരണം, മഹത്വീകരിക്കപ്പെടുക, മഹത്വം എന്ന അർത്ഥത്തെ പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കർത്താവ്. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുവാൻ കഴിയാത്തവനല്ല, കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്ക് ഉള്ളത്. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഇന്നിവിടെ കടന്നു വന്നത് വേദനിക്കുന്ന ഹൃദയത്തോടെയാണോ, തകർക്കപ്പെട്ട അനുഭവങ്ങളിലൂടെയാണോ സഞ്ചരിക്കുന്നത്? Let us look to the word made flesh. ജഡമായി തീർന്ന ആ വചനത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണ് ഓടിക്കാം. പാപത്തിൻ്റെ എന്തെങ്കിലും കുറ്റബോധം കയറിയാണോ ഈ നാളുകളിൽ ജീവിക്കുന്നത്? Let us look to the tabernacle that was torn open. ചിന്തപ്പെട്ട, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ യാഗമർപ്പിക്കുന്ന, ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്ന, ദൈവസാന്നിധ്യം സെന്ററായിരിക്കുന്ന അസമാപന കൂടാരത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് രക്ഷ അവിടെയുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ഈ ദൈവത്തിൻ്റെ സ്വരൂപം, he was full of grace and mercy. കൺഫർമേഷൻ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന രണ്ട് വാക്കുകളാണ് ഗ്രേസ് ആൻഡ് മേഴ്സി എന്നുള്ളത്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അർഹിക്കാത്ത ദൈവത്തിൻ്റെ ദാനമാണ് കൃപ. എന്താ കരുണ എന്ന് പറയുന്നത്? മേഴ്സി എന്ന് പറയുന്നത് കൃപ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അർഹിക്കുന്ന ശിക്ഷ എനിക്കും നിങ്ങൾക്കും കിട്ടാതിരിക്കുന്നതാണ് മേഴ്സി. ജീസസ് വാസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് മേഴ്സി. ഈ വചനങ്ങളാൽ ദൈവം എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ